ഇത് പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടല്ലേ 9.5 വർഷം, 9.5 അല്ല 9.25 വർഷക്കാലം കേരളത്തിൽ ഭരിച്ചിട്ട് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയോ ആശാ വർക്കേഴ്സ് ആശാവഹമായ എന്തെങ്കിലും ആനുകൂല്യം പ്രഖ്യാപിക്കുകയോ ചെയ്യാതെ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് 2-3 ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ നടത്തുന്ന ഈ ഫീബീസിൻ്റെ പ്രഖ്യാപനമെന്ന് പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് യോജിക്കാവുന്നതല്ല. ഇത് കിറ്റ് കൊടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ജനങ്ങളെ കബളിപ്പിച്ചതുപോലെ ചില സാമ്പത്തിക ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് കേരള ജനതയെ കബളിപ്പിക്കാനുള്ള കേരള മുഖ്യമന്ത്രിയുടെ തന്ത്രപരമായ നീക്കത്തെ നല്ലതുപോലെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. 9.5 വർഷം അല്ലെങ്കിൽ 5 വർഷം അവസാനിക്കുന്നതുവരെ എല്ലാ തരത്തിലുള്ള അഴിമതിയും ക്രമക്കേടും ജനവിരുദ്ധ നിലപാടുകളും ചാർജ് വർധന ഉൾപ്പെടെയുള്ളവ എല്ലാം അടിച്ചേൽപ്പിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറേ പ്രഖ്യാപനങ്ങൾ നടത്തുക എന്നുള്ളത് കേവലം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള ആയുധം മാത്രമാണ്. 2 വളരെ പ്രധാനപ്പെട്ട കാര്യം, തുടർഭരണം വരില്ല എന്ന് ഉറപ്പാണ് CPM-ന്. അതിൻ്റെ പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ഒരു കാരണവശാലും ഇന്നത്തെ അവസ്ഥയിൽ ഈ സ്വർണ്ണക്കള്ളക്കടത്തും PM ശ്രീ വിവാദവും അതുപോലെ തന്നെ മകനും മകളും അദ്ദേഹവും ഒക്കെ നേരിടുന്ന ഗുരുതരമായ സാമ്പത്തികാരോപണവുമായി ബന്ധപ്പെട്ട കേസുകളുമൊക്കെ ജനമധ്യത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു കാരണവശാലും CPM-ൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് തിരിച്ചു വരില്ല എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ ഫീബീസിൻ്റെ പ്രഖ്യാപനം. അല്ലെങ്കിൽ ഈ ഫ്രീബീസ് ഇപ്പോൾ പ്രഖ്യാപിക്കേണ്ട കാര്യം എന്താണ്? അപ്പോൾ ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരില്ല എന്ന് ഉറപ്പായതുകൊണ്ട് എങ്ങനെയെങ്കിലും തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ള അവസാന തത്രപ്പാടിലാണ് ഈ പ്രഖ്യാപനങ്ങൾ നടത്തിയത്. കേവലം തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രാധാന്യവും അതിനില്ല. അത് ജനം നല്ലതുപോലെ തിരിച്ചറിഞ്ഞ് ഈ പ്രാവശ്യം